ഞായറാഴ്ചയായിട്ട് ചിക്കൻ കുഴിമന്തി നമുക്ക് വീട്ടിലുണ്ടാക്കിയാലോ? കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി, ആവശ്യത്തിന് കുരുമുളക്, കുറച്ച് ചെറിയ ജീരകം, മുളക് പൊടി, മല്ലിപ്പൊടി, ഉപ്പ്, ആവശ്യത്തിന് സൺഫ്ലവർ ഓയിലും ചെയ്തിട്ട് ഇതേപോലെ കടപടേന്നങ്ങ് അടിച്ചെടുക്കാം കേട്ടോ നമുക്ക്. അതിനുശേഷം അത് നേരെ ചിക്കൻ പീസസിലോട്ട് ഇങ്ങനെ പെരട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ചിട്ട് നന്നായിട്ട് മാഗ്നേറ്റ് ചെയ്ത് മാറ്റി വയ്ക്കുക. ഈ സമയം കൊണ്ട് നമുക്ക് വെള്ളം വെച്ചിട്ടുണ്ട്, 2 ലിറ്ററോളം വെള്ളം വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 പീസ് മാഗി ക്യൂബ് ആഡ് ചെയ്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് ഏലക്ക, കുറച്ച് ഗ്രാമ്പു, ഇനി കുറച്ച് കറുവപ്പട്ട, ആവശ്യത്തിന് കുരുമുളക് കൂടി ഇട്ടിട്ട് അതങ്ങ് തിളയ്ക്കാനായിട്ട് വെക്കാം. ആ സമയം കൊണ്ട് നമ്മൾ മാഗ്നേറ്റ് ചെയ്തിരിക്കുന്ന ചിക്കനിലേക്ക് ഒരു ക്യാപ്സിക്കം, ഒരു സവാളയും അരിഞ്ഞത് ചേർത്തിട്ട് നന്നായി ലോ ഫ്ലെയിമിലിട്ട് വേവിക്കുക. ആ സമയം കൊണ്ട് നമ്മളുടെ വെള്ളം വെട്ടി തിളയ്ക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഓൾറെഡി 1 അവറോളം കുതിർത്ത് വെച്ചിരിക്കുന്ന ബസുമതി റൈസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി അത് അവിടെ കിടന്ന് തിളക്കട്ടെ. അപ്പോഴേക്കും നമ്മുടെ ഈ ചിക്കൻ ഇവിടെ നല്ല മണം വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഒരു 10 മിനിറ്റിന് ശേഷം അപ്പുറത്തെ സൈഡ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാൻ കേട്ടോ. അങ്ങനെ 2 സൈഡും ഒന്ന് വെന്ത് വരട്ടെ. അതിന് വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ. ഈ സമയം കൊണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കല്ലേ. കുക്കിംഗ് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. അപ്പോഴത്തേനും വിനോട്ടം ഇവിടെ ടൊമാറ്റോ ചട്നി റെഡിയാക്കിയിട്ടുണ്ട്. അരി തിളച്ച് വെച്ചതിനെ നമ്മൾ നേരെ വാർത്ത് ഇങ്ങനെയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അതിനൊക്കെ ശേഷം നമ്മുടെ ചിക്കൻ വെന്തതിലേക്ക് നേരെ നമ്മൾ വാർത്തെടുത്ത അരി അങ്ങനെ പകുതി ഇടുക. അതിന് മുകളിലേക്ക് കുറച്ച് പച്ചമുളക് നിരത്തി വെച്ചതിന് ശേഷം ബാക്കിയോട്ട് ഇട്ടിട്ട് ഇനി ദം പരിപാടിയാണ്. ദം കഴിഞ്ഞ് തുറന്നു നോക്കിയപ്പോൾ കണ്ടില്ലേ കുഴിമന്തി റെഡി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതിലേക്ക് എല്ലാവർക്കും ബൈ.